ടേബിൾ മൗണ്ടിന് മുകളിൽ കാണുന്ന ഈ മേഘങ്ങൾ ജാൻ വാൻ ഹാങ്സ് എന്ന ക്യാപ്റ്റനും ഡേവിളും തമ്മിൽ നടത്തിയ പുകവലി മത്സരത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയോ? പുകവലി ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു റിട്ടയർഡ് കപ്പിത്താനായിരുന്നു ഈ ജാൻ വാൻ ഹാങ്സ്. പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് സ്മോക്കിംഗ് സ്പോട്ടുകളിലൊന്നായിരുന്നു ടേബിൾ മൗണ്ടൻ. അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ അവിടെ സ്മോക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ആരോ ഫോളോ ചെയ്തു വന്നു. ഇങ്ങനെ ഫോളോ ചെയ്തു വന്ന ആൾ ഹങ്സുമായി നമുക്കൊരു പുകവലി കോമ്പറ്റീഷൻ നടത്തിയാലോ എന്നൊരു ചാലഞ്ച് വെച്ചു. ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ഹങ്സും അയാളും തമ്മിൽ പുകവലി കോമ്പറ്റീഷൻ ആരംഭിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ടേബിൾ മൗണ്ടിൻ്റെ മുകളിൽ പുക കൊണ്ട് മേഘങ്ങൾ നിറഞ്ഞു തുടങ്ങി. കോമ്പറ്റീഷൻ കഴിഞ്ഞ് അയാൾ പോകാൻ നേരത്താണ് ഹങ്സ് ഈ കാര്യം കണ്ടത്. അയാളുടെ ജാക്കറ്റിനടിയിലൂടെ ചുവന്ന നിറത്തിലുള്ള നീണ്ട ഒരു വാല്. ഇത് കണ്ടപ്പോൾ ഞെട്ടലോടെ ഹങ്സിന് കാര്യം മനസ്സിലായി, താൻ ഇത്ര നേരം പുകവലി കോമ്പറ്റീഷൻ നടത്തിയത് ഡെവിളായിട്ടായിരുന്നു എന്ന്. ഇന്നും ടേബിൾ മൗണ്ടിന് മുകളിൽ മേഘങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത് ഫാൻ ഹാങ്സും ഡെവിളും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആരംഭിച്ചെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ടേബിൾ മൗണ്ടിന് മുകളിൽ പലപ്പോഴും ഓറോഗ്രാഫിക് ക്ലൗഡ്സ് കൊണ്ട് മൂടപ്പെടാറുണ്ട്. അതിൻ്റെ പ്രധാനമായ കാരണം സൗത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ചൂടുള്ള കാറ്റ് മലയുടെ ചെരിവുകളിലൂടെ ഉയർന്ന തണുത്ത വായുവിലെത്തുമ്പോൾ അതിലുള്ള ഈർപ്പം മേഘങ്ങളായി മാറുന്നതാണ്. ഈ മേഘങ്ങൾ മലയുടെ മുകളിൽ ഒരു തുണി പോലെ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്ന കാരണം ഇതിനെ ഇവിടുത്തെ ആളുകൾ ടേബിൾ ക്ലോത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള രസകരമായ ഐതിഹ്യമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്.